പാലക്കാട് നിന്ന് ഇന്ന് പുറത്തുവന്ന ഏറെ ഗൗരവതരവും എന്നാൽ കൗതുകവുമായി തോന്നുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. സുഹൃത്തിന്റെ വിവാഹത്തിനെടുത്ത് ഡ്രസ് കോഡിന് ഷെയർ നൽകിയില്ലെന്നാരോപിച്ച് വീട് കയറി ആക്രമണമുണ്ടായി. പാലക്കാട് കോട്ടായി കീഴത്തൂർ സ്വദേശി മൻസൂറിന്റെ വീടിനും വാഹനങ്ങൾക്കു നേരെയാണ് ഈ ആക്രമണമുണ്ടായത്. അയൽവാസി ഉൾപ്പെടെ 15 പേർ ചേർന്നാണ് ആക്രമണം നടത്തിയതെന്ന് മൻസൂറും കുടുംബവും ആരോപിക്കുന്നു. പോലീസ് കേസെടുത്തെങ്കിലും പ്രതികളെ പിടികൂടാനായിട്ടില്ല. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ട്. എന്നെ കൊണ്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങിയിട്ട് 2-3 മാസമായിട്ടുള്ള വണ്ടിനെ ഇങ്ങനെ തല്ലി പൊട്ടിച്ചിട്ട് മൊത്തം ഇതിൻ്റെ A to Z തല്ലി പൊട്ടിച്ചിട്ട് എൻ്റെ വീട്ടിൽ ഇപ്പോൾ 4 മണിക്ക് നടന്ന സംഭവം. കഴിഞ്ഞ ദിവസമാണ് കോട്ടായി കീഴത്തൂർ സ്വദേശി മൻസൂറിന്റെ സഹോദരൻ മുബാറക്കിന്റെ സുഹൃത്തിന്റെ വിവാഹ ചടങ്ങ് നടന്നത്. ചടങ്ങിൽ പങ്കെടുക്കാൻ സുഹൃത്തുക്കൾ ചേർന്ന് ഡ്രസ് കോഡ് ഒരുമിച്ച് വാങ്ങിയിരുന്നു. നാട്ടിലില്ലാതിരുന്നതിനാൽ മുബാറക്കിന് ഡ്രസ്സും ഷെയർ നൽകേണ്ട 600 രൂപയും നൽകാൻ കഴിഞ്ഞില്ല. ഇതിനെ ചൊല്ലി 4 ദിവസങ്ങൾക്ക് മുമ്പ് മുബാറക്കും അയൽവാസിയായ സുഹൃത്തും തമ്മിൽ തർക്കമുണ്ടായി. പ്രശ്നം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരിഹരിച്ചെങ്കിലും അയൽവാസിയും സുഹൃത്തുക്കളും ചേർന്ന് മൻസൂറിന്റെ വീട് ആക്രമിക്കുകയായിരുന്നു. എൻ്റെ വീട്ടിലൊരു 10-15 വന്നിരിക്കുന്നത്. 4 മണിക്ക് നടന്ന സംഭവം. എൻ്റെ വീട്ടുകാർ ഞങ്ങൾ വെളിയിൽ ഇറങ്ങണമെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. വേറെ സാധനങ്ങളൊക്കെ അവരുടെ ടൂൾസ് സാധനങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങളപ്പോൾ എല്ലാവരും ഈ സൗണ്ട് കേട്ടിട്ടാണല്ലോ, അത് സൗണ്ട് നല്ല ലൗഡായി കഴിഞ്ഞ് നിലവിളിക്കണം. അവർ ഇറങ്ങി വാടാന്നുള്ള പറഞ്ഞിട്ടുള്ള നിലവിളിയാണ്. അത് കേട്ടിട്ടാണ് ഞങ്ങൾ വാതിൽ തുറക്കാൻ നിന്നില്ല. എല്ലാവരും വാതിലേക്ക് തള്ളിപ്പിടിച്ച് നിന്നു. ഞങ്ങളെല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാവരും കൂടെ വാതിലേക്ക് തള്ളിപ്പിടിച്ച് നിന്നു. അപ്പോൾ ഒരുപാട് തവണ ശ്രമിച്ചിട്ട് കിട്ടാതായപ്പോഴാണ് അവർ റിട്ടേൺ വന്ന് ഇതിനെ ചെയ്തത്. ഇത് നാട്ടിൽ പ്രശ്നമായപ്പോൾ എല്ലാവരും ഒത്തുതീർപ്പായ പ്രശ്നമാണ്. പിന്നെ അവർ കുത്തിപ്പൊക്കി അത് വലിയൊരു പ്രശ്നത്തേക്ക് എത്തിച്ചു. ഞാൻ മാക്സിമം എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ക്ലിയർ ആക്കിയതാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി ഫോൺ കോൾ ചെയ്യാനും കൂടി സമയമില്ല. അവർക്ക് കല്ലും കൊണ്ടൊക്കെ അവർ എറിഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഭീഷണി ഉണ്ടായിരുന്നതിനാൽ ഇന്നലെ തന്നെ മുബാറക് ഉമ്മയുമായി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പക്ഷേ നടപടി ഉണ്ടായില്ലെന്നാണ് കുടുംബം പറയുന്നത്. പോലീസ് കൃത്യമായി പ്രവർത്തിക്കാത്തതാണ് ആക്രമികൾക്ക് സഹായമായതെന്ന് ആരോപിച്ച് നാട്ടുകാരും രംഗത്തെത്തി. ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് ഉറപ്പ് നൽകിയ ശേഷമാണ് നാട്ടുകാർ പിരിഞ്ഞത്. മൻസൂറിനും കുടുംബത്തിനും ആവശ്യമുള്ള സുരക്ഷ ഒരുക്കുമെന്നും പോലീസ് അറിയിച്ചു. കോട്ടായി പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘമാണ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ, പാലക്കാട്.